ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ ഞെട്ടിപ്പിക്കുന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്ത്. കർണാടക ബംഗ്ലഗുഡയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. 8 അസ്ഥികൂടങ്ങളും നിരവധി മനുഷ്യാസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങളുമാണ് കണ്ടെത്തിയത്. SIT സംഘം പ്രദേശം കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന ആരംഭിച്ചു. എവിടെ സംഘികളെ എവിടെ? നിരന്തരമായിട്ട് എന്റെ വീടിന്റെ അടിയിൽ കമന്റ് ഇടാൻ വരുന്ന ആളുകളൊക്കെ എവിടെ പോയി? ധർമ്മസ്ഥല വിഷയം നീ എന്താ മുക്കിയത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകൾ വന്നല്ലോ. എനിക്കെതിരെ കേസ് ഉണ്ടായിരുന്നു. എന്റെ കേസിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരുന്നത് ഇത്രയും നാള്. പക്ഷെ ഇതാ കൃത്യമായിട്ട് തെളിവുകളോട് കൂടിയിട്ട് കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ട്. കേട്ടില്ലേ? അതെല്ലാം സത്യമായിരുന്നു എന്നുള്ളത്. 1000-ത്തിനടുത്ത് അസ്ഥി കഷ്ണങ്ങളാണ് കിട്ടിയുള്ളത്, ഫോറൻസിന് അയച്ചിട്ടുള്ളത്. അതിൽ 2 പേരുടെ ID കാർഡ് അവിടെ നിന്ന് കിട്ടിയിരുന്നല്ലോ. അതും അവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ട് മരണപ്പെട്ടതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്നു. സ്ഥിരീകരിച്ച വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. മനാഫ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങൾ അയാളങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇത്രയും നാള്. അയാൾ പറഞ്ഞ വാക്കുകളും സത്യമായില്ലേ? ഞങ്ങളെല്ലാവരും സത്യത്തിന്റെ കൂടെ മാത്രമാണ് നിലനിന്നിരുന്നത് എന്നുള്ളതാണ്. ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് അങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കൽ മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ഒരിക്കലും ഒരു അമ്പലത്തെ കരിവാരിത്തേക്കാൻ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല. പക്ഷെ ഒരു സ്ഥലം, ആ സ്ഥലത്തെത്തിയ പെൺകുട്ടികളെ കാണാതായി എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ കാണിച്ചുള്ളൂ എന്നുള്ളതാണ്. മനാഫ്കയെ നിരന്തരം വേട്ടയാടുന്നു. അയാളെ ജിഹാദിയാക്ക് അമ്പലത്തെ തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുള്ളത്. അമ്പലത്തെ കുറിച്ച് ഒരു വാക്ക് പോലും ആരും പറഞ്ഞിട്ടില്ല. ആ ഒരു സ്ഥലത്ത് വെച്ച് ഇന്ന സംഭവങ്ങൾ സംഭവിച്ചു എന്ന് ഒരു മനുഷ്യൻ, എല്ലാം കുഴിച്ചിട്ട ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞപ്പോ അയാളെ കുറ്റക്കാരനാക്കി നിങ്ങൾ എന്താ പറഞ്ഞുണ്ടാക്കിയത്? അവസാനം അതാ സത്യം ആ മണ്ണ് നീക്കി പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഭൂമിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളപ്പൊക്കം വന്നതാണ്, പല സ്ഥലങ്ങളിലും മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട്, അസ്ഥികൾ പലയിടങ്ങളിൽ നിന്നും മിസ്സാവാനുള്ള സാധ്യതകളും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അവിടെ നിന്ന് കിട്ടിയ അസ്ഥിക്കൂടങ്ങൾ DNA പരിശോധനയ്ക്കും ഫോറൻസിക്കിനും അയച്ചപ്പോ കൃത്യമായ തെളിവുകളോട് കൂടിയിട്ട് കാര്യങ്ങൾ പുറത്തു വരികയാണ്. എന്നെ പോലെയുള്ള ആളുകളെ നിങ്ങൾ ഏത് രീതിയിലാണ് ചിത്രീകരിച്ചത്? ജന TV പോലെയുള്ള ചാനലുകൾ എന്ത് രീതിയിലാണ് നമ്മളെ നാണം കെടുത്തിയത്? എന്റെ വായ മൂടിക്കെട്ടി വെച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാള്. മിണ്ടാതിരിക്കാൻ കഴിയില്ല, മിണ്ടുക തന്നെ ചെയ്യും. ധർമ്മസ്ഥല കേസ് റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിലും അത് പൂട്ടിവെച്ചതൊന്നല്ല, അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മറച്ചു വെച്ചതായിരുന്നു. പക്ഷേ ഇതാ പുറത്തേക്ക് വരികയാണ്. ഞാനായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞാലാണല്ലോ പ്രശ്നം. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ കണ്ണും പൂട്ടി ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണൂ സംഘികളെ. നമുക്കറിയാം, രാജ്യത്തെ ഞെട്ടിച്ച ഒരു പരമ്പര കൊലപാതക സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ധർമ്മസ്ഥല ആരാധനാലയത്തിലെ ഒരു ശുചീകരണ തൊഴിലാളി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. പിന്നീട് ചിന്നയ്യ എന്ന അദ്ദേഹം മാസ്ക്മാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. 100 കണക്കിന് ആളുകളെ ഈ ബംഗ്ലഗുട്ട കുന്നിന്റെ പരിസരങ്ങളിൽ കൊന്ന് കുഴിച്ചുമൂടി എന്ന വലിയ ഞെട്ടിക്കുന്ന വിവരമായിരുന്നു അദ്ദേഹം പുറത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിരവധി തെളിവുകളും അദ്ദേഹം കാണിക്കുകയുണ്ടായി. തുടർന്നാണ് വലിയ കോലാഹലങ്ങൾക്കൊടുവിൽ SIT രൂപീകരിച്ച ശേഷം ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. തുടർന്ന് SITയുടെ പരിശോധനയിലാണ് നിരവധി അസ്ഥികൂടങ്ങളടക്കം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ പിന്നീട് ചിന്നയ്യ മൊഴി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. കേസ് വേറെ തരത്തിൽ പോവുകയുണ്ടായെങ്കിലും കോടതിയുടെ നിരീക്ഷണത്തിൽ അതിന്റെ തുടർ നടപടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിന്റെ കൂടെ ഭാഗമായാണ് ബാംഗ്ലൂരിലെ ഫോറൻസിക് ലാബിൽ ഇതിന്റെ പരിശോധന നടന്നത്. ഈ പരിശോധനയിലാണ് മാസങ്ങൾക്ക് ശേഷം നിർണായകമായ ചില സൂചനകൾ നൽകുന്നത്. പ്രാഥമികമായി ഈ മൃതദേഹാവശിഷ്ടങ്ങളിൽ കൊലപാതകത്തിന്റെ ലക്ഷണങ്ങളുണ്ട് എന്നാണ് പ്രാഥമികമായി ഈ ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ച പരിശോധനാ ഫലം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് SIT കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് പരിശോധന വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. ഈ ബംഗ്ലഗുട്ട വനപ്രദേശം പൂർണ്ണമായും SIT സീൽ ചെയ്തിട്ടുണ്ട്. ഈ 1-ാം തീയതി മുതൽ വിശദമായ സംഘം എത്തി ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച എല്ലാ തരത്തിലുള്ള റിപ്പോർട്ട് ബെൽത്തങ്ങാടി കോടതിയിലും സമർപ്പിക്കുന്നതാണ് SIT ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട് എന്ന് തന്നെയാണ് SIT സംഘവും പറയുന്നത്. അത്തരത്തിലാണ് ഈ 2-ാം പരിശോധന ഉൾപ്പെടെ നടത്താനുള്ള സാഹചര്യവും അതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നിലവിലുള്ള പ്രാഥമിക പരിശോധന ഫലം ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ നിരീക്ഷണത്തിലായിരിക്കും മറ്റ് നടപടികൾ പൂർത്തീകരിക്കുക. എന്തായാലും വീണ്ടും വിവാദത്തിലേക്കും വലിയ അപസർപ്പക കഥകളിലേക്കും ഒക്കെ തന്നെ നയിച്ച ധർമ്മസ്ഥലയിലെ ആ ഗൂഢമായ കൊലപാതക പരമ്പര വെളിപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ. മാത്രവുമല്ല, കുടക് സ്വദേശികളായ 2 പേരെ ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായിരുന്നു. ഇവരുടെ DNA സാമ്പിളും ഈ പരിശോധിച്ച അസ്ഥികളിൽ അല്ലെങ്കിൽ അതിൽ ഒന്ന് മാച്ച് ചെയ്തു എന്നതും വലിയ കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ഈ പ്രദേശത്ത് നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ വിവരങ്ങൾ SITക്ക് കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 1-ാം തീയതി മുതൽ വലിയ പരിശോധന SIT സംഘം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇത് സംബന്ധിച്ച് ഈ പരിശോധന ഫലം സംബന്ധിച്ച് SIT പുറത്തുവിട്ടില്ലെങ്കിലും സാധ്യതകൾ ഇത്തരത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സ്വാതി.
ഒരുപാട് ആളുകളെ അവിടെ വെച്ച് കാണാതായി എന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മലയാളികൾ പറഞ്ഞിട്ടുണ്ട്, മലയാളികളായ ആളുകൾക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മലയാളി ആയിട്ടുള്ള ദമ്പതികൾ തന്റെ ഭർത്താവിനെ കാണാതായതിന്റെ ഭാഗമായി അവിടെ ചെന്നപ്പോ മരത്തിൽ കെട്ടിത്തൂക്കിയ അവസ്ഥയിലും നിലത്ത് ജീർണിച്ച അവസ്ഥയിലും ശരീരങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മളെല്ലാം കേട്ടതാ. പക്ഷെ ഒറ്റയടിക്ക് ഇത് നുണയാണെന്ന് വരുത്തി തീർക്കണം. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ നുണ പറയുന്നത് എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ എത്ര നാൾ മൂടി വെച്ചാലും സത്യം പുറത്തേക്ക് തന്നെ വരും എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പൊ കേട്ടത് ഒരു ചാനലിന്റെ വാർത്തയാണെങ്കിൽ നമുക്ക് അടുത്ത ചാനലിന്റെ വാർത്ത കൂടി കേൾക്കണം. ഒരു ചാനൽ മാത്രം കൊടുത്ത് കേൾക്കണ്ട. ധർമ്മസ്ഥലയിലെ ദുരൂഹത വീണ്ടും ഉയർന്നു വരുന്നത് നമുക്കറിയാം. നൂറുകണക്കിന് ആളുകളെ കൊന്നുകുഴിച്ചു മൂടിയ സ്ഥലമാണെന്നും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ നിരവധി അസ്ഥികൂടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ മാസങ്ങളായി ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പോലും കുഴിച്ചുമൂടേണ്ട സാഹചര്യം ഉണ്ടായി. അതായത് അതുമായി ബന്ധപ്പെട്ട പല നിയമ പോരാട്ടങ്ങൾ, ഈ വാർത്ത, ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തിയ, ബൈജു ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ നടത്തിയ പോരാട്ടമുണ്ട്. പക്ഷേ അതിനെതിരെ പോലും ഈ സംശയ നിഴലായവർ, ആരോപണ വിധേയർ ചില രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. വാർത്ത പുറത്തു വരാതിരിക്കാനുള്ള ചില നിഗൂഢമായ നീക്കങ്ങൾ പോലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ അവിടെ ഒരു നിരവധി മനുഷ്യരെ കൊന്നുകുഴിച്ച് മൂടിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഈ പരിശോധനാ ഫലത്തിൽ എന്താണുള്ളത്? തീർച്ചയായും ടോമെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം, അതായത് ഇതിൽ ഏറ്റവും പ്രധാനം ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയായിരുന്നു. അതിന് ഈ കാലതാമസം വന്നതോടുകൂടിയാണ് ഇതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇവിടെ നിന്നും ലഭിച്ച ഇപ്പോൾ ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണോ തുടക്കത്തിൽ പല ആളുകളും, അതായത് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ പറഞ്ഞിരുന്നത്, അത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഫോറൻസിക് പരിശോധനാ ഫലം ഇപ്പോൾ അതിലുള്ളത്. അതായത് ബംഗളകുട്ടെ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്നും കണ്ടെടുത്ത അസ്ഥികൂടങ്ങൾ, അതോടൊപ്പം അസ്ഥികൂട അവശിഷ്ടങ്ങൾ, ഇത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണമുണ്ട് എന്ന ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ SIT ഉദ്യോഗസ്ഥരുമായി ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ സാധിക്കില്ല. അത്ര രഹസ്യാത്മകമായ അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അതായത് ഫോറൻസിക് സംഘം, ആദ്യമായി ആ ഫോറൻസിക് ബാംഗ്ലൂരിൽ നിന്നുള്ള ആ ഫോറൻസിക് സംഘവും SIT വീണ്ടും അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ബംഗളകുട്ട കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ പ്രദേശം ഇപ്പോൾ വീണ്ടും സീൽ ചെയ്ത് വെച്ചിരിക്കുന്നു. അകത്തേക്ക് ആരെങ്കിലും കയറാത്ത രീതിയിൽ, അല്ലെങ്കിൽ കയറാൻ അനുവദിക്കാത്ത രീതിയിൽ സീൽ ചെയ്ത് പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ മുഴുനീള പരിശോധനയുടെ അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും പുതുതായി അവിടെ പല വിവരങ്ങളും പുറത്ത് പറയാൻ ഇപ്പൊ കഴിയില്ല എന്നാ പറയുന്നത്. പല വിവരങ്ങളും പുറത്ത് പറയാൻ കഴിയില്ല എന്നുള്ളത്. ഞങ്ങളുടെയൊക്കെ വായ നിങ്ങൾ മൂടിക്കെട്ടിയില്ലേ? ഞങ്ങൾ ശബ്ദിക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ലേ? ഇവിടെയുള്ള മാധ്യമങ്ങൾ 1-2 ദിവസങ്ങളിൽ പണിയെടുത്തു. ന്യൂസ് 18 മാത്രമാണ് കുറച്ച് ദിവസങ്ങളെങ്കിലും ഇതിന്റെ പിന്നാലെ നടന്നിട്ടുള്ളത്. ബാക്കിയുള്ള ചാനലുകളെല്ലാം വായ മൂടിക്കെട്ടി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ഫോട്ടോ സഹിതം പുറത്തുവിട്ടത് ഏഷ്യാനെറ്റാ. ഏഷ്യാനെറ്റ് എങ്ങനെ അത് പുറത്തുവിടും? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ആ വീഡിയോ അടക്കം അവർ മുക്കി. പിന്നീട് ഈ വിഷയത്തിൽ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിളിച്ചു പറഞ്ഞ നമ്മളെ എല്ലാവരെയും നിങ്ങൾ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും മറ്റും പറഞ്ഞ് മാറ്റി നിർത്തി. പക്ഷെ ഞങ്ങൾക്ക് ജീവനിലൊരു ഭയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. പക്ഷെ കാലം എല്ലാം മറനീക്കിക്കൊണ്ടും ആ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ എന്നുള്ളതാണ്. നിന്നും ലഭിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിൽ ഇവർ ഈ SIT ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നത്, അവർ പറയുന്നത് അവിടെ കൊലപാതകം, വലിയ തോതിൽ കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ അത് ഫോറൻസിക് പരിശോധന ഫലത്തിലൂടെ കൂടുതൽ പരിശോധന വേണ്ടി വരും. അതുകൊണ്ട് വീണ്ടും എങ്ങനെയാണോ തുടക്കത്തിൽ ഒരു പരിശോധന ഉണ്ടായത് അത്തരത്തിലുള്ള ഒരു പരിശോധന ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെല്ലാം ഏറ്റവും കൂടുതൽ ദൃശ്യങ്ങൾ വന്നത് ഈ ചിന്നയ്യ എന്ന് പറയുന്ന മാസ്ക് മാൻ. നമുക്ക് നേരത്തെ ആദ്യം മാസ്ക് മാൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ പേര് വരുന്നതും ഇദ്ദേഹം സാക്ഷിയായി വരുന്നതും പിന്നീട് കൂർമാർക്കൊക്കെ സാധ്യത ഉണ്ടായത്. ഈ ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി, ആ ദൃശ്യം നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മളാണ് ദൃശ്യമായി പുറത്തുവിട്ടത്. ആ തലയോട്ടി ബംഗളകുട്ടയിൽ നിന്നുള്ളതാണെന്ന ഫോറൻസിക് പരിശോധന ഫലം കൂടി വന്നു. അത് വളരെ നിർണായകമാണ്. കാരണം ആ തലയോട്ടി പുറത്തുനിന്നും എവിടെ നിന്നോ കൊണ്ടുവന്ന് വ്യാജ തെളിവിനായി കോടതി ഹാജരാക്കിയ എന്നൊരു വാദമായിരുന്നു ഉയർന്നു വന്നത്. മനാഫിക്കൊക്കെയാണ് അതിന്റെ പിന്നാലെ നടന്നിരുന്നതെന്നാണ് കുറെ ടീംസ് പറഞ്ഞിട്ടുള്ളത്. വേറെ വാക്ക് ഉപയോഗിക്കുന്നില്ല. മനാഫിക്കിനെ ജിഹാദിയാക്കുന്നു, അമ്പലം തകർക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഉളുപ്പില്ല എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ആ മനുഷ്യൻ സത്യസന്ധമായിട്ട് മാത്രമാണ് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്, സമീപിച്ചിട്ടുള്ളത്. പക്ഷെ എങ്ങനെയെങ്കിലും ആ രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കണം, വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ ഊളത്തല പറഞ്ഞിട്ടുള്ളത്. ഇവിടെയുള്ള സംഘപരിവാറാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഡയലോഗ് അടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു വിഷയം നടന്നു എന്ന് കൂട്ടുക, ആ പ്രദേശത്ത് വെച്ചിട്ട് ഇത് പെൺകുട്ടികൾ ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ടു, മരണപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഹൈന്ദവരായിട്ടുള്ള സംഘടനയിലുള്ള ആളുകൾ എവിടെ പോയി? നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളല്ലേ, ഹിന്ദുക്കൾ ഉണർത്താൻ വരുന്ന ആളുകളല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടിയില്ല? ആ വിഷയത്തിൽ എന്തെങ്കിലും സത്യസന്ധമായ കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാതെ മിണ്ടാതെ നിങ്ങൾ മൂലയിലിരുന്നില്ലേ? തെറ്റല്ലേ നിങ്ങൾ ചെയ്തത്? ആ മരണപ്പെട്ടു പോയ, ആ കൊല ചെയ്യപ്പെട്ടു പോയിട്ടുള്ള പെൺകുട്ടികൾക്ക് നാഥരാവേണ്ടവരായ നിങ്ങൾ പോലും ഈ വിഷയത്തിൽ കണ്ണിറുക്കിയിരുന്നു. മോശമാണത്, മോശം. നമ്മളിവിടെ ജാതി, മതം, വർണ്ണം, വർഗം, രാഷ്ട്രീയം ഒന്നും നോക്കാതെയാണ് എല്ലാ വിഷയത്തിലും സംസാരിക്കാറുള്ളത്. സത്യമായിട്ട് തന്നെ പറയാറുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്ന ഈ വാർത്തയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ചിന്നയ്യ ഹാജരാക്കിയ ആ തലയോട്ടിയിൽ ഉണ്ടായ മണ്ണ്, ആ മണ്ണും ബംഗളകുട്ടിയിൽ നിന്ന് ശേഖരിച്ച മണ്ണും ആ സാമ്പിൾ ഒത്തുചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബംഗളകുട്ടിയിൽ നിന്നാണ് ഫോറൻസിക് പരിശോധന ഫലം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് SIT വീണ്ടും ഒരു പരിശോധനയ്ക്ക് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അതോടൊപ്പം അവിടെ നിന്നും കാണാതായ 2 പേരുണ്ടായിരുന്നു, ഒരു ഭാര്യ ഭർത്താവും. അവരുടെ മൃതദേഹം ഈ ബംഗളകുട്ടിയിൽ നിന്ന് കിട്ടിയ അസ്ഥികൂടത്തിൽ നിന്നും DNA പരിശോധന അത് മാച്ച് ആയിട്ട് അവരുടെയാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ പല തരത്തിലുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് ഒരു വർഷമാകാൻ പോകുന്ന ഏകദേശം ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് നമ്മൾ ആ വാർത്തകളിലേക്ക് ആദ്യം ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത്. ഏകദേശം ഒരു വർഷം ആകാൻ പോകുമ്പോഴേക്കും ഇതിന്റെ കൂടുതൽ തെളിവുകൾ വരുന്നു. ഇതിൽ ഫോറൻസിക് പരിശോധന ഫലം തന്നെയായിരിക്കും നിർണായകം. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ഫോറൻസിക് പരിശോധന ഫലത്തിൽ പറഞ്ഞത് 1000 കണക്കിന് അസ്ഥികൂടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് എല്ലാം
കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്, കൂടുതൽ പരിശോധന ആവശ്യമാണ് എന്നാണ് ഫോറൻസിക് പരിശോധന ഫലം. നേരത്തെ ടോം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 13 അസ്ഥികൂടങ്ങൾ, അതിൽ 6 പൂർണ്ണ അസ്ഥികൂടം, അതും കൊലപാതകം നടന്നതിന്റെ ലക്ഷണമുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ വിത്തല ഗൌഡ, അതോടൊപ്പം പ്രദീപ് കുളാൽ. ഈ പ്രദീപ് കുളാലാണ് ഇതിലെ പ്രധാന സാക്ഷിയായി ഇപ്പോൾ ഉള്ളത്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ പ്രദീപ് കുളാലിയും ഈ ഒരു പരിശോധനയിൽ ഈ ഫോറൻസിക് സംഘത്തോടൊപ്പം SIT സംഘത്തോടൊപ്പം ബംഗളഗുഡയിൽ തെരച്ചിൽ കൊണ്ടുപോയി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ മറ്റു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ സാക്ഷികൾ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലത്ത് ഇനി പരിശോധന ഉണ്ടാകുമോ? SIT അത്തരം നീക്കങ്ങളിലേക്കാണ് കടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. ഇതാ സത്യം മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. 6 മൃതശരീരത്തിൽ കൃത്യമായിട്ട് കൊലപാതകം നടന്നതിന്റെ എല്ലാ സൂചനകളും ഉണ്ട് എന്ന് വ്യക്തമാവുന്നു. അദ്ദേഹം കൊണ്ടുവന്ന അസ്ഥികൂടം അത് ആ നാട്ടിലുള്ളത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. ഇനി എന്ത് വേണം? എവിടെ സംഘികളെ? ഹിന്ദുക്കളെ ഓർത്ത് നടക്കുന്ന ആളുകളെ നിങ്ങൾ എവിടെ? ഹിന്ദുവായ പെൺകുട്ടികൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളാണ്. നിങ്ങൾ എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല? മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇനിയെങ്കിലും സത്യത്തിന്റെ ഒപ്പം നേരിന്റെ ഒപ്പം നിൽക്കുക. ഒരാളും ഒരു ക്ഷേത്രത്തെയും ഒരു പള്ളിയെയും ഒരു ചർച്ചിനെയും തകർക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുന്നുണ്ടവൻ അവൻ തീവ്രവാദിയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഞങ്ങൾ ഒരു മനുഷ്യന്മാരും ആ വിഷയത്തിൽ അമ്പലത്തെ കുറിച്ചൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ആ ഭൂമിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുക തന്നെ വേണമെന്നേ സംസാരിച്ചിട്ടുള്ളൂ. ഇന്നും അത് ആവർത്തിക്കുന്നു. ആ ഭൂമിയിൽ എന്നല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് നേരെ സംഭവിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കാൻ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഉണ്ടാകും. മനാഫ്കെ പോലെയുള്ള മനുഷ്യ സ്നേഹികൾ ഉണ്ടാവും. അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളെ ക്രൂശിച്ചിരുന്ന ആളുകൾ കൺ തുറന്നു കാണുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.